ഞാൻവാബിയിൽ ഹിന്ദുക്കളുടെ ആരാധനയെ ചോദ്യം ചെയ്ത് പള്ളി കമ്മിറ്റി നൽകിയ പുതിയ ഹർജി അലഹബാദ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ഹർജി സമർപ്പിച്ചെങ്കിലും ആരാധന സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിച്ചിരുന്നു. പ്രദേശം റിസീവർ ഭരണത്തിന് കീഴിൽ നൽകിയ ഉത്തരവിനെ പള്ളി കമ്മിറ്റി ചോദ്യം ചെയ്യാത്തതിനാൽ അവിടെ നടക്കുന്ന ഹിന്ദുമത വിശ്വാസികളുടെ ആരാധനയെയും ചോദ്യം ചെയ്യാനാവില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് മസ്ജിദ് കമ്മിറ്റി ഹർജി പുതുക്കി നൽകിയത്. വിവരങ്ങളുമായി ഗൗതം നാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കുന്ന ഹർജിയിൽ ഈ പുതുക്കിയ ഹർജിയിൽ മസ്ജിദ് കമ്മിറ്റി എന്തൊക്കെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? ലക്ഷ്മി, മസ്ജിദ് കമ്മിറ്റി നിലവിൽ ഈ ഈ പ്രദേശം, അതായത് തർക്കമന്ദിരം ഇരിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥത നിലവിൽ റിസീവർ ഭരണത്തിലാണ് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുള്ള പുതിയ ഹർജിയാണ് ഞാൻവാബിയുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. പ്രധാനമായും മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യം അവിടെ ഹിന്ദുക്കൾ ഫെബ്രുവരി 1 മുതൽ നടത്തിവരുന്ന ആരാധന സ്റ്റേ ചെയ്യണം, തടയണം എന്നുള്ളതാണ്. ജനുവരി 31 വാരണാസി ജില്ലാ കോടതി ഹിന്ദുക്കൾക്ക് ഞാൻവാബിയിലെ വ്യാസ്ജി കാ തിക്കാന എന്ന 4ാം നിലവറ അവിടെ ആരാധന നടത്തുവാനുള്ള അനുമതി നൽകിയത്. ഇതിനെ ചോദ്യം ചെയ്താണ് മസ്ജിദ് കമ്മിറ്റി ആദ്യഘട്ടത്തിൽ തന്നെ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ റിസർവർ ഭരണത്തിലാണ് സ്ഥലമുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അക്കാര്യം കൂടി എഴുതി പുതിയ ഹർജി നൽകുക എന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഹിന്ദു ആരാധന തടയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഞാൻവാബി തർക്കമന്ദിരത്തിന്റെ അല്ലെങ്കിൽ ഈ മസ്ജിദിന്റെ കമ്മിറ്റി ഇന്നിപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. കോടതി എന്ത് പ്രതികരണമാണ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് നടത്തുക എന്നത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ജനുവരി 31 ഉച്ചതിരിഞ്ഞ് വാരണാസി ജില്ലാ കോടതി നൽകിയ ഉത്തരവ് ഹിന്ദുക്കൾക്ക് വ്യാസ്ജി കി തിക്കാനയിൽ പൂജ നടത്താം എന്നുള്ളതായിരുന്നു. അതിനുശേഷം അന്ന് രാത്രിയിൽ തന്നെ വാരണാസി ജില്ലാ ഭരണകൂടം അവിടെ പൂജയ്ക്കും മറ്റും വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങൾ നടത്തുകയും ഫെബ്രുവരി മാസം 1-ാം തീയതി ബ്രഹ്മമുഹൂർത്തത്തിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പൂജാരിമാരുടെ നേതൃത്വത്തിൽ ഈ 4ാം നിലവറയിൽ പൂജ നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് എല്ലാ ദിവസവും അവിടെ ആരാധന നടക്കുന്നുമുണ്ട്. ഇത് തടയണം, അല്ലെങ്കിൽ വാരണാസി ജില്ലാ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നതാണ് മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മറ്റ് ഹർജികൾ വാരണാസി കോടതി, സുപ്രീം കോടതിയുടെ ഒക്കെ പരിഗണനയിലുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ ഗൗതം. കാരണം ഇത് മറ്റ് നിലവറകൾ കൂടി, പ്രത്യേകിച്ച് ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകൾ നിലവറയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് മറ്റ് നിലവറകൾ കൂടി ഈ തർക്കമന്ദിരത്തിന് കേടുപാടുകൾ ഉണ്ടാകാതെ അത്തരത്തിൽ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ്. മാത്രമല്ല, ഈ സീൽ ചെയ്ത വസുഖാനയും ചുറ്റുമുള്ള പ്രദേശങ്ങളും ശാസ്ത്രീയമായി സർവേ നടത്തണം എന്നാവശ്യപ്പെട്ടുള്ളൊരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുമുള്ള സാഹചര്യം. ലക്ഷ്മി, ഞാൻവാബിയുമായി ബന്ധപ്പെട്ട് 18ഓളം ഹർജികൾ വിവിധ കോടതികളിൽ ഉണ്ട്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശിവലിംഗത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ചുള്ള പഠനം വേണം എന്നതാണ്. ഞാൻവാബിയിൽ അഭിഭാഷക കമ്മീഷൻ നടത്തിയ പഠനത്തിനകത്താണ് അവിടെ ഒരു പുരാതന ശിവലിംഗം കണ്ടെത്തിയത്. ആ ശിവലിംഗത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ചുള്ള പഠനം അനിവാര്യമാണ് എന്നതാണ് ഒരു ഹർജി. മറ്റൊന്ന്, ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ശിവലിംഗം ഇരിക്കുന്ന പ്രദേശത്ത് കൂടി പഠനം നടത്തണം എന്ന ആവശ്യമുണ്ട്. അതോടൊപ്പം 10 നിലവറകൾ ഈ ഞാൻവാബിക്കകത്തുണ്ട്. ആ നിലവറകൾ മുഴുവൻ പുരാവസ്തു ഗവേഷണ വകുപ്പ് പഠനം നടത്തണം എന്നതാണ് മറ്റൊരു ഹർജി. അതോടൊപ്പം 2021 5 ഹിന്ദു സ്ത്രീകൾ നൽകിയിട്ടുള്ള ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം എന്നത് ഈ ഞാൻവാബിയുടെ ഒരു ഭാഗത്താണ് ശൃംഗാർ ഗൗരി ദേവിയുടെ സ്വയംഭൂ വിഗ്രഹമുള്ളത്. അവിടെ ആരാധന നടന്നു വന്നിരുന്നതാണ്. 91 വരെ ശൃംഗാർ ഗൗരിയെ എല്ലാ ദിവസവും കാശി വിശ്വനാഥന്റെ ഭക്തർ ആരാധിച്ചിരുന്നു. ആ ശൃംഗാർ ഗൗരി ആരാധന വീണ്ടും തുടങ്ങുവാനുള്ള അനുമതി വേണമെന്നാവശ്യപ്പെട്ടാണ് 2021 5 ഹിന്ദു സ്ത്രീകൾ ഹർജി നൽകിയത്. അങ്ങനെ ഞാൻവാബിയുമായി ബന്ധപ്പെട്ട 18ഓളം ഹർജികളാണ് വിവിധ കോടതികളിലുള്ളത്. അതിൽ ഈ വ്യാസ്ജി കി തിക്കാനയിൽ പ്രാർത്ഥന നടത്തണമെന്ന വ്യാസ് കുടുംബത്തിന്റെ ഹർജിയിലാണ് ജനുവരി 31 വാരണാസി ജില്ലാ കോടതി അവിടെ ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്കായി തുറന്നു നൽകിക്കൊണ്ടുള്ള ചരിത്രപരമായ വിധി പ്രസ്താവം ഇറക്കിയത്. ലക്ഷ്മി, ഗൗതമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ട്.